ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുളകും മല്ലിയൊക്കെ നമ്മൾ പൊടിച്ച് വയ്ക്കുന്ന സമയത്ത് കുറേ ദിവസങ്ങളായി കഴിഞ്ഞാൽ അത് പൂപ്പൽ വരാനും അതുപോലെ കട്ട പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുളകും മല്ലിയും ഉണക്കി പൊടിച്ച് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം എത്ര വർഷമായാലും അതൊരിക്കലും കേടുവരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധാരണ പോലെ നമ്മൾ മുളകും മല്ലിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും, പക്ഷേ മുളകിലൊക്കെ നന്നായിട്ട് പൊടികൾ ഉണ്ടാവും, അഴുക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ആ വെള്ളം ഒരു കറുപ്പ് നിറത്തിലായിരിക്കും ഉണ്ടാവുക, അത്രയും പൊടിയും ഒക്കെ ഉണ്ടാവും കണ്ടോ. ഇനി നമുക്ക് അടുത്തത് മല്ലി കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുളകും മല്ലിയൊക്കെ 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയിലൊക്കെ നന്നായിട്ട് പൊടികളും അതുപോലെ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും അതുപോലെ 1-2 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ അതാ ഞാൻ വെയിലത്ത് ഒരു തുണി വിരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഉണക്കിയെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് വെയിൽ കൊണ്ടൊന്ന് 2 ദിവസമൊക്കെ ഉണക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് മില്ലിൽ കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ പോയ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇതുപോലെ പൊടിച്ചെടുത്തത്. അപ്പോൾ ഇത് ഞാൻ മില്ലിൽ കൊടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഞാൻ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്താണ്. ഇത് നമുക്കിനി മില്ലിൽ കൊണ്ടുപോയിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. അങ്ങനെ ഇതാ മില്ലിൽ നമ്മൾ കൊടുത്ത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ മുളകും മല്ലിയൊക്കെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ വാങ്ങുന്നതിനേക്കാളും ഇതുപോലെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇനി ബാക്കിയുള്ള ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ മുളകൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുളകും മല്ലിയൊക്കെ ഇതുപോലെ ചൂടാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര കാലമാണെങ്കിലും നമ്മൾ മുളകും മല്ലിയും അതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്തും അത് ഒരുപാട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് വഴറ്റേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി വെക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളത് ചൂടാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പാത്രം ഉണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രം കൂടെ എടുത്തിട്ട് അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ നിറം മാറുന്ന വരെ ഒന്നും മുളക് പൊടി നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പിയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതിൽ എത്രത്തോളം കട്ട പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ കട്ട കൂടുതലായിട്ട് പൂപ്പൽ വരാനും നമ്മുടെ മുളക് പൊടി നന്നായിട്ടത് കേടുവന്ന് പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കണം കണ്ടോ. അപ്പോൾ അതിൽ എത്രയാണ് വേസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ആ തവി വെച്ചുകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ബാക്കിയുള്ള വേസ്റ്റ് നമുക്ക് കളയാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒന്ന് അരിച്ചെടുത്ത മുളക് പൊടി ഇതുപോലെ ഒന്ന് പരത്തി വെക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ നമ്മുടെ മുളക് പൊടി ആറിയിട്ടുണ്ട്. ഇതുപോലെ പരത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തണുത്ത് കിട്ടും. ഇനി നമുക്ക് ഇതുപോലൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ആക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മല്ലിയും ചെയ്തെടുക്കാം കേട്ടോ. മല്ലിയും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ അരിപ്പിയിൽ അരിച്ചതുപോലെ നമുക്ക് കണ്ടെയ്നറിലാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.